നമസ്കാരം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഒരു ലീഗൽ ഏജൻസി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് നിയമപുസ്തകത്തിൽ മാത്രം കാണുന്ന ഒന്നല്ല കേട്ടോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തവണ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പൊ ശരി, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കായി ഒരു കാര്യം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു വക്കീലിനെയോ അക്കൗണ്ടന്റിനെയോ പോലെ ഒരു പ്രൊഫഷണലിനെ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ നിയമിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയാതെ തന്നെ ഒരു ഏജൻസി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണൊരു ലീഗൽ ഏജൻസി എന്ന് മനസ്സിലാക്കും. പിന്നെ എക്സ്പ്രസ് എഗ്രീമെന്റ്, ഇംപ്ലൈഡ് എഗ്രീമെന്റ്, റാറ്റിഫിക്കേഷൻ, ഓപ്പറേഷൻ ഓഫ് ലോ, ഇങ്ങനെ 4 പ്രധാന വഴികളിലൂടെ ഒരു ഏജൻസി എങ്ങനെയുണ്ടാകുന്നു എന്ന് വിശദമായിട്ട് നോക്കും. അവസാനം ഇതെല്ലാം കൂടി ഒറ്റനോട്ടത്തിൽ ഓർത്തെടുക്കാൻ ഒരു സമ്മറിയും ഉണ്ടാകും. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു ഏജൻസി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കുന്നതിനു മുൻപ് അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം, അല്ലേ? ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പോ എന്താണ് ഈ ഏജൻസി എന്ന് പറയുന്നത്? വളരെ ലളിതമാണ്. ഇതൊരു നിയമപരമായ ബന്ധമാണ്. ഇവിടെ 3 പേരുണ്ട്. ഒരാൾ പ്രിൻസിപ്പൽ, അതായത് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നയാൾ. രണ്ടാമത്തെയാൾ ഏജന്റ്, അതായത് പ്രിൻസിപ്പലിനു വേണ്ടി പ്രവർത്തിക്കുന്നയാൾ. ഇവർ തമ്മിലുള്ള ഇടപാട് ഒരു മൂന്നാമത്തെ ആളുമായിട്ടാണ്. നമ്മൾ അവരെ തേർഡ് പാർട്ടി എന്ന് വിളിക്കും. അപ്പോ പ്രിൻസിപ്പലിനു വേണ്ടി ഏജന്റ് ഒരു തേർഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുന്ന ഈ ഒരു ബന്ധത്തെയാണ് ഏജൻസി എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ് ഇതിന്റെ നിയമപരമായ അടിത്തറ. ഇനി നമുക്കൊരു ഏജൻസി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ രീതിയിലേക്ക് പോകാം. ഇതാണ് ഏറ്റവും സാധാരണയായി കാണുന്നതും ഏറ്റവും നേരിട്ടുള്ളതുമായ മാർഗം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 186 പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. അതായത് വാക്കുകൊണ്ടോ എഴുതിക്കൂടിയോ ഒരാൾക്ക് അധികാരം നൽകുമ്പോൾ ഒരു എക്സ്പ്രസ് ഏജൻസി ഉണ്ടാകുന്നു. ഇതൊരു പവർ ഓഫ് അറ്റോർണി പോലെ വളരെ ഫോർമലായൊരു ഡോക്യുമെന്റ് ആകാം. അല്ലെങ്കിൽ എന്റെ പേരിൽ നീ ഇതൊന്ന് വാങ്ങിക്കോ എന്നൊരു വാക്കാലുള്ള സംഭാഷണം പോലും മതിയാകും. കണ്ടില്ലേ, ഈ ഉദാഹരണം നോക്കൂ. എന്റെ വീട് 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ഞാൻ നിന്നെ നിയമിക്കുന്നു എന്ന് ഒരാൾ പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായ ഒരു എക്സ്പ്രസ് ഏജൻസി രൂപപ്പെട്ടു കഴിഞ്ഞു. ഒരു സംശയത്തിനും അവിടെ സ്ഥാനമില്ല. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ചില സമയങ്ങളിൽ നമ്മളൊന്നും പറയാതെ തന്നെ അല്ലെങ്കിൽ എഴുതി കൊടുക്കാതെ തന്നെ ഒരു ഏജൻസി ബന്ധമുണ്ടാകാം. അതെങ്ങനെയാണെന്നല്ലേ? അതാണ് ഇംപ്ലൈഡ് എഗ്രീമെന്റ്. ഇതിനെക്കുറിച്ചു പറയുന്നത് സെക്ഷൻ 187ലാണ്. അതായത് ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്നോ അവർ ഉൾപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നോ ഒരു ഏജൻസി നിലവിൽ വരാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എ എന്ന ആളുടെ കടയിലെ മാനേജറാണ് ബി. വർഷങ്ങളായി എയുടെ അറിവോടെ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് ബി ആണെങ്കിൽ അവർക്കിടയിൽ ഒരു എംപ്ലോയ്ഡ് ഏജൻസി ഉണ്ട് എന്ന് നിയമം അനുമാനിക്കും. ഈ ഇംപ്ലൈഡ് ഏജൻസിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏജൻസി ബൈ എസ്റ്റോപ്പിൾ. ഇത് സെക്ഷൻ 237ലാണ് വരുന്നത്. എസ്റ്റോപ്പിൾ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. ഇത് മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഒന്ന് നോക്കൂ. പ്രിൻസിപ്പൽ പി മൂന്നാമതൊരാളായ ടിയോട് പറയുന്നു, ദാ എ എന്റെ ഏജന്റാണ്. ഇത് കേട്ടിട്ടും എ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുന്നു. അത് തെറ്റാണെന്ന് പറയുന്നില്ല. ഇത് വിശ്വസിച്ച് ടി എയുമായി ഒരു കരാറിലേർപ്പെടുന്നു. ഇനിയിപ്പോ എ എന്റെ ഏജന്റ് അല്ല എന്ന് പറയാൻ പിക്ക് കഴിയില്ല. നിയമം അയാളെ ആ പ്രസ്താവനയിൽ നിന്ന് തടയും. ഇതിനെയാണ് എസ്റ്റോപ്ഡ് എന്ന് പറയുന്നത്. ഈ എസ്റ്റോപ്പിളും ഹോൾഡിംഗ് ഔട്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എസ്റ്റോപ്പിളില് പ്രിൻസിപ്പൽ മൗനം കൊണ്ട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹോൾഡിംഗ് ഔട്ടിൽ അങ്ങനെയല്ല. പ്രിൻസിപ്പൽ മുൻപത്തെ തന്റെ പ്രവൃത്തികൾ കൊണ്ട് ആ വ്യക്തി തന്റെ ഏജന്റാണ് എന്നൊരു ധാരണയുണ്ടാക്കിയെടുക്കുകയാണ് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എസ്റ്റോപ്പിൾ കുറച്ചുകൂടി പാസീവാണ്, എന്നാൽ ഹോൾഡിംഗ് ഔട്ട് കുറച്ചുകൂടി ആക്റ്റീവാണ്. അടുത്തത് ഏജൻസി ബൈ നെസസിറ്റിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു അത്യാവശ്യ ഘട്ടത്തിലുണ്ടാവുന്ന ഏജൻസിയാണിത്. പ്രിൻസിപ്പളുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ പറ്റാത്തൊരു എമർജൻസി സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ മുതൽ നഷ്ടപ്പെടാതിരിക്കാൻ ഒരാൾ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഏജൻസി ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന്, ഒരു കപ്പലിൽ കൊണ്ടുപോകുന്ന പഴങ്ങൾ കേടാകാൻ തുടങ്ങി, ഉടമയെ ഫോണിൽ കിട്ടുന്നുമില്ല. അപ്പോൾ കപ്പിത്താൻ അത് അടുത്തുള്ള തുറമുഖത്ത് വൽക്കുന്നു. ഇത് ഏജൻസി ബൈ നെസസിറ്റിയാണ്. അപ്പോ ഏതൊരു അടിയന്തര സാഹചര്യവും ഏജൻസി ബൈ നെസസിറ്റി ആകുമോ? ഇല്ല. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. 1, ശരിക്കും ഒരു എമർജൻസി ഉണ്ടായിരിക്കണം. 2, പ്രിൻസിപ്പലിന് കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയും ഉണ്ടാകരുത്. 3, ഏജന്റായി പ്രവർത്തിക്കുന്നയാൾക്ക് നല്ല ഉദ്ദേശം, അതായത് ബോണഫൈഡ് ആയിരിക്കണം. 4, ആ പ്രവൃത്തി പ്രിൻസിപ്പലിന്റെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാകണം.
ഈ 4 കാര്യങ്ങളും ഒത്തുവന്നാൽ മാത്രമേ അത് നിയമപരമായി നിലനിൽക്കൂ. ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു രീതിയാണ്. ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം എങ്ങനെ ഒരു ഏജൻസി രൂപീകരിക്കാമെന്ന് നോക്കാം. ഇതിനെയാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായി പിൻകാല പ്രാബല്യത്തോടെയുള്ള ഒരു അംഗീകാരമാണ്. അതായത് ഒരാൾ പ്രിൻസിപ്പളിന്റെ അനുമതിയില്ലാതെ അയാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു. അതിനുശേഷം പ്രിൻസിപ്പൾ ആ പ്രവൃത്തിയെ അംഗീകരിക്കുന്നു. ഉദാഹരണത്തിന്, എ ബിയോട് ചോദിക്കാതെ ബിക്ക് വേണ്ടി ഒരു കാറ് വാങ്ങി. പിന്നീട് ബി ഇത് അംഗീകരിച്ചാൽ ആ കാറ് വാങ്ങിയ ദിവസം തൊട്ടുതന്നെ ആ ഇടപാട് നിയമപരമാകും. ഇതിനെയാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്ത് ചെയ്താലും പിന്നീട് വന്ന് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. റാറ്റിഫിക്കേഷൻ നിയമപരമാകണമെങ്കിൽ ഈ നിബന്ധനകൾ പാലിക്കണം. 1. ആ പ്രവൃത്തി പ്രിൻസിപ്പലിനു വേണ്ടിയാണ് ചെയ്തതെന്ന് വ്യക്തമായിരിക്കണം. 2. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ ജീവിച്ചിരിപ്പുണ്ടായിരിക്കണം. മാത്രമല്ല, കരാറിൽ ഏർപ്പെടാനുള്ള കഴിവും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഇടപാടിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടുവേണം പ്രിൻസിപ്പൽ അതിനെ അംഗീകരിക്കാൻ. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ രീതി. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിയമം തന്നെ ഓട്ടോമാറ്റിക്കായി ഒരു ഏജൻസി ബന്ധം ഉണ്ടാക്കിയെടുക്കും. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് പാർട്ട്ണർഷിപ്പും കമ്പനീസും. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഓരോ പാർട്ട്ണറും ആ സ്ഥാപനത്തിന്റെ ഒരു ഏജന്റാണ്. ഇത് നിയമം പറയുന്നതാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഡയറക്ടർമാർ ആ കമ്പനിയുടെ ഏജന്റുമാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവർ അവിടെ പ്രത്യേകം ഒരു കരാറുണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോ നമ്മൾ 4 പ്രധാനപ്പെട്ട വഴികൾ കണ്ടുകഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ ഒരു സമ്മറി നോക്കാം. ഈ ടേബിൾ നോക്കൂ. എക്സ്പ്രസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടോ എഴുത്തിലൂടെയോ ഉണ്ടാകുന്നത്. ഇംപ്ലൈഡ് എഗ്രിമെന്റ് പെരുമാറ്റത്തിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. റാറ്റിഫിക്കേഷൻ ഒരു കാര്യം ചെയ്തതിനു ശേഷമുള്ള അംഗീകാരമാണ്. അവസാനം ഓപ്പറേഷൻ ഓഫ് ലോ, അതായത് നിയമം തന്നെ ഉണ്ടാക്കുന്ന ഏജൻസി. ഓരോന്നിന്റെയും പ്രധാന ആശയം ഇതിൽ വളരെ വ്യക്തമാണ്. അപ്പോ ഒരു ഏജൻസി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ. നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തില്, ബിസിനസ്സില് ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന ഏതൊക്കെ ഏജൻസി ബന്ധങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.